കുട്ടികളിൽ കണ്ടുവരുന്ന മൂക്കിലെ ദശ അഥവാ അഡിനോയിഡ്സ്. പല പാരന്റ്സിന്റെ ഡൗട്ടുകളാണ് ഈ ഒരു അഡിനോയിഡ്സിന് സർജറി മാത്രമാണോ ട്രീറ്റ്മെന്റ്, അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. ഞാൻ ഡോക്ടർ ഷംന, ഞാൻ ENT സ്പെഷ്യലിസ്റ്റ് ആണ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എന്ന് വെച്ചാൽ കുട്ടികളിൽ കാണുന്ന മൂക്കിലെ ദശ അഥവാ അഡിനോയിഡ്സ്. പലർക്കുള്ള ഡൗട്ടാണ് ഈ അഡിനോയിഡ്സ് അതിനുള്ള ട്രീറ്റ്മെന്റ് സർജറി തന്നെയാണോ എന്നുള്ളത്. അത് മാത്രമല്ല നമുക്ക് എന്താണ് അതിന് ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാൻ ഇന്ന് പറഞ്ഞത്. അഡിനോയിഡ് എന്ന് പറയുന്നത് മൂക്കിലുള്ള പുറകിലേത്തെ ഒരു സ്പേസിൽ ഉണ്ടാകുന്ന ഒരു ചെറിയൊരു വീക്കം പോലത്തതാണ് അഡിനോയിഡ്. നോർമലി 4 to 8 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും കണ്ടുവരുന്നതാണ് അത്. പക്ഷെ അതൊരു 10-12 പ്യൂബർട്ടി ഒക്കെ ആകുമ്പോഴത്തേക്ക് അതിന്റെ സൈസ് കുറയുകയാണ് ചെയ്യുക. എന്നാൽ തുടർച്ചയായ മൂക്കൊലിപ്പ്, അലർജി, തുമ്മല്, ഇതൊക്കെ എന്തെങ്കിലും ശ്വാസകോശത്തിൽ ഉണ്ടാവുന്നത് ഇൻഫെക്ഷൻ കാരണം മൂലം ഇതിന്റെ സൈസ് കൂടാം. ഇത് തുടർന്ന് കുട്ടികൾക്ക് ചില മാറ്റങ്ങൾ ഈ സിംറ്റംസ് ആയിട്ട് കണ്ടുവരുന്നതാണ്. ഒന്നാമത് നമ്മൾ ഈ അഡിനോയിഡ്സ് ആയിട്ട് കുട്ടികളിൽ പാരന്റ്സ് അധികം നോട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂർക്കം വലി, അതായത് വായ തുറന്നിട്ടായിരിക്കും ഉണ്ടാവുക കുട്ടി. അതുപോലെ തന്നെ കുട്ടികൾക്ക് മൂക്കടപ്പ്, മൂക്കൊലിപ്പ് ഉണ്ടാവാം. അതേപോലെ തന്നെ വോയിസിന് ചേഞ്ച് ഉണ്ടാവാം കുട്ടികൾക്ക്. ഇത് കൂടാണ്ട് ഇതിന്റെ മൂക്കിന് ചെവിന്റെ ഒരു കണക്ഷൻ ആയിട്ടുള്ള സ്റ്റേഷൻ ട്യൂബ് ഉണ്ട്. അത് നോർമലി വെന്റിലേഷനും ഈ എന്ത് സെക്രീഷൻസ് നമ്മളെ ചെവിയിലുണ്ടോ അത് ക്ലിയർ ആക്കുന്നതാണ്. പകരം എന്താവാന്ന് വെച്ചാൽ അവിടെ ഇൻഫെക്ഷൻസ് വന്നിട്ട് കേൾവി കുറവ് ബാധിക്കാം. ഈ അഡിനോയിഡ് കുറെ കാലത്തിന് ശേഷം അത് നമ്മൾ അത് നോട്ട് ചെയ്യാണ്ട് നിൽക്കുമ്പോൾ ആ കുട്ടികൾക്ക് അവരുടെ ഗ്രോത്ത്, അതായത് ഫേഷ്യൽ മുഖത്തിന്റെ ഷേപ്പ് മാറാൻ ചാൻസ് ഉണ്ട്. കുട്ടികളുടെ മുഖം തുറന്നിരിക്കുന്നത് പോലെ, വായ തുറന്നിരിക്കുന്നത് പോലെ ഫ്രണ്ടിലത്തെ പല്ല് പൊന്തിയിരിക്കുന്നത് കാണപ്പെടുന്ന മാറ്റങ്ങളാണ്. ഇതിനെന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക? പാരന്റ്സ് ഇങ്ങനെ നോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒരു നോർമൽ എൻഡോസ്കോപ്പി ചെയ്യും. എൻഡോസ്കോപ്പി ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിക്കും, ക്ലിനിക്കലി തന്നെ നന്നായിട്ട് കാണും ആ കുട്ടികൾക്കുള്ള മാറ്റങ്ങളും ആ കുട്ടികളുടെ ഫേഷ്യസ്, അഡിനോയിഡ് ഫേഷ്യസ് പറഞ്ഞ ഫീച്ചേഴ്സ് തന്നെ ഉണ്ടാവും. അതുകൂടാണ്ട് സിംറ്റമറ്റോളജീസിൽ മനസ്സിലാവും. അതുകൂടാണ്ട് എൻഡോസ്കോപ്പിയിൽ ഈ വീക്കത്തിന് നമുക്ക് എത്രത്തോളം ശതമാനം ഉണ്ടെന്ന് മനസ്സിലാക്കാം. 50, 75 അതിനും കൂടുതൽ ശതമാനം ഉണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി വരും. കൂടുതൽ കുട്ടികൾക്ക് നമ്മൾ ചെയ്യുന്നത് മെഡിക്കൽ മാനേജ്മെന്റ് ആണ്. മെഡിക്കൽ മാനേജ്മെന്റ് എന്ന് വെച്ചാൽ നമ്മൾ സ്പ്രേ കൊടുക്കും. അതിനനുസരിച്ച് എന്താണ് അതിനുള്ള ബുദ്ധിമുട്ടുകൾ അതാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ആയിട്ട് കൊടുക്കുക. സ്റ്റീറോയിഡ് സ്പ്രേസ് ആണ് നമ്മൾ കൊടുക്കുക. അത് നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് കൊടുക്കും. അധികം ആൾക്കാർക്ക് ഒരു 40-45% ആൾക്കാർക്കും അത് വീക്കം കുറയുന്നതാണ്. അധികം കംപ്ലയിൻസ് ട്രീറ്റ്മെന്റ് കറക്റ്റ് ആയിട്ട് എടുത്തതിന് അഡിക്വേറ്റ് ആയിട്ട് അതിന്റെ സ്പ്രേ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ആ വീക്കം കുറയുന്നതായിരിക്കും. എന്നാൽ ഒരു കുറച്ച് ശതമാനം കുട്ടികൾക്ക് അത് ഈ മെഡിക്കൽ മാനേജ്മെന്റ് എടുത്ത ശേഷവും ഇതിന് സമാധാനമില്ലെങ്കിലാണ് നമ്മൾ സർജറിക്ക് ഇൻഡിക്കേഷൻസ് ആയിട്ടുള്ളത്. ഈ സർജറി ചെയ്ത ശേഷവും എല്ലാവർക്കും ഉള്ള ചോദ്യമാണ്, ഈ മൂക്കിലെ ദശ ഇനിയും വരാൻ സാധ്യതയുണ്ടോ? കുട്ടികൾക്കുള്ള മൂക്കിലെ ദശയും വലിയ ആൾക്കാർക്കുള്ള മൂക്കിലെ ദശയും വ്യത്യാസമുണ്ട്. വലിയ ആളുകൾ കാണുന്നതാണ് നേസൽ പോളിപ്പോസ് എന്ന് പറയും. അത് സാധ്യതയുണ്ട്. എന്നാൽ കുട്ടികൾക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അലർജി ഇത് ഒക്കെ കുറയുമെന്ന് ചോദിച്ചാൽ ഇല്ല, അത് കുറച്ച് സമയമെടുക്കും. കൂർക്കം വലി അതൊക്കെ കുറയുകയാണെങ്കിലും അലർജി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ കുട്ടികൾക്ക് സർജറി ശേഷവും സ്റ്റീറോയിഡ് സ്പ്രേസ് ഒക്കെ കുറച്ച് മെഡിക്കേഷൻസ് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും.